നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പുരുഷന്മാരെക്കാൾ കുറച്ചുകൂടിയൊക്കെ മനസ്സലിവും സ്നേഹവും കാരുണ്യവും ഒക്കെ ഉള്ളവരാണ് സ്ത്രീകളെന്നാണ് പൊതുവെയുള്ള വെപ്പ്. പക്ഷേ അതിനൊക്കെ ഈ വരുന്ന കാലഘട്ടത്തിലൊക്കെ, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടുന്ന സ്ത്രീകൾ കുറവായിരുന്നുവെങ്കിൽ ഇന്ന് ക്രിമിനൽ കേസുകളിൽ പുരുഷന്മാരെക്കാളേറെ അല്ലെങ്കിൽ പുരുഷന്മാരോട് കിടപിടിച്ച് നിൽക്കുകയാണ് സ്ത്രീകളെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഒരു പെൺകുട്ടിയുടെ നേതൃത്വത്തിലാണ് ഷാജി എന്ന് പറയുന്ന ആ നൃത്താധ്യാപകനെ, കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ വിധികർത്താവായിരുന്ന നൃത്താധ്യാപകനെ മർദ്ദിച്ചത്, അദ്ദേഹം മരണപ്പെടാനുണ്ടായ സാഹചര്യത്തിലേക്ക് വഴിതെളിച്ച സംഭവ വികാസങ്ങൾ ഉണ്ടായത് ഒരു സ്ത്രീ, പ്രത്യേകിച്ച് ഒരു വനിതയുടെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ്. തടിയുണ്ടല്ലോടാ, കിളച്ച് തിന്നുകൂടെ എന്ന് ഷാജിയോട് ചോദിച്ചുകൊണ്ട് മർദ്ദിച്ചത് അഞ്ജു കൃഷ്ണ എന്ന പ്രവർത്തകയാണ്, SFIയുടെ പ്രവർത്തകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സ്വർണ്ണമാലയും അയാളുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലയും തട്ടിപ്പറിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് സർവകലാശാലയുടെ മുന്നിൽ നിന്ന് SFI സംസ്ഥാന സെക്രട്ടറി പോലീസുകാരോട് അലറി ചോദിച്ചത്, നിനക്കൊക്കെ ഗവർണറുടെ കക്കൂസ് കഴിയൂടെ എന്നാണ്. തിരുവനന്തപുരത്ത് സർവകലാശാല കലോത്സവ വിധികർത്താവ് ഷാജി പൂന്തോട്ടയോടെ SFI ജോയിന്റ് സെക്രട്ടറി ആക്ഷേപിച്ചുകൊണ്ട് ചോദിച്ചത്, തനിക്കിത്രയും തടിയുണ്ടല്ലോടാ, കിളച്ചു തിന്നുകൂടെ എന്നും. ചോദിക്കുക മാത്രമല്ല, ഷാജിയെയും നൃത്ത പരിശീലകൻ ജോമറ്റ് മൈക്കിളിനെയും സൂരജിനെയും മർദ്ദിച്ചതിന് നേതൃത്വം നൽകിയതും അഞ്ജു കൃഷ്ണയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. അക്ഷയ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് N.A. നന്ദൻ എന്നിവരും ഒപ്പം കൂടി. SFI മുൻ കൊല്ലം ജില്ലാ പ്രസിഡന്റും സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ അഞ്ജു കൃഷ്ണ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. 3 പേരെയും സെനറ്റ് ഹാളിനുള്ളിലെ മുറിയിൽ വെള്ളമോ ഭക്ഷണമോ നൽകാതെ മണിക്കൂറുകളോളം തടവിലാക്കി. ക്രിക്കറ്റ് ബാറ്റ്, ഹോക്കി സ്റ്റിക്ക് തുടങ്ങിയവ കൊണ്ട് തല്ലിച്ചതയ്ക്കുകയായിരുന്നു. തല്ല് സഹിക്കാതായപ്പോൾ നാട്ടിലെത്തിയാൽ മരിച്ചു കളയുമെന്ന് സംഘാടകരോട് തന്നെ ഷാജി പറഞ്ഞിരുന്നു. നീ പോയി ചാക് എന്നായിരുന്നു അഞ്ജുവിന്റെ മറുപടിയും. അടിയെല്ലാം കൊടുത്ത ശേഷമാണ് പോലീസിൽ 3 പേരെയും ഏൽപ്പിച്ചത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോൾ വേദനയുണ്ടെന്ന് ഡോക്ടറോട് ഷാജി പൂത്തോട്ട പറയുകയും ചെയ്തിട്ടുണ്ട്. ഷാജി പൂത്തോട്ടയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് സംശയിക്കുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. നിഷ്പക്ഷ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ ഗവർണർക്ക് നിവേദനം നൽകി. ഷാജി അവഹേളനത്തിനും പീഡനത്തിനും ഇരയായി മാനസികമായി തകർന്ന നിലയിലാണ് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയത്. കുടുംബാംഗങ്ങൾ ഒപ്പിട്ട നിവേദനത്തിൽ കൃത്യമായി ഇത് പറയുന്നുമുണ്ട്. ഷാജിയുടെ സ്വർണ്ണമാലയും പേഴ്സും നഷ്ടപ്പെട്ടതിനെപ്പറ്റി പോലീസിൽ പരാതി നൽകുമെന്നും ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്നും സഹോദരൻ അനിൽകുമാറും പറഞ്ഞു. നമുക്കറിയാം, SFIയിലേക്ക് പോകുന്ന സ്ത്രീകളടക്കമുള്ളവർ പല ക്രിമിനൽ കേസുകളിലും പ്രതിയാവാറുണ്ട്. ഇപ്പോൾ മയക്കുമരുന്ന് അടക്കമുള്ളവർ പല സ്ഥലങ്ങളിലും മയക്കുമരുന്ന് അടക്കമുള്ളവ കടത്തുകയും ആ മയക്കുമരുന്ന് കേസിലൊക്കെ പിടിക്കപ്പെടുകയും ചെയ്യുന്നതിൽ ഇത്തരത്തിലുള്ള പ്രവർത്തകരോടൊപ്പം സ്ത്രീകളുമുണ്ട് എന്നുള്ളതാണ്. നേരത്തെ സ്ത്രീകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വളരെ കുറവായിരുന്നുവെങ്കിൽ ഇന്ന് ഈ അക്രമമടക്കമുള്ള, മർദ്ദനമടക്കമുള്ള, മയക്കുമരുന്ന് കേസടക്കമുള്ള കേസുകളിലൊക്കെ ഇത്തരത്തിലുള്ള നിരവധി സ്ത്രീകൾ പെട്ടുപോകുന്നുണ്ട്. ഏതായാലും അഞ്ജു കൃഷ്ണ വളരെ ഗുരുതരമായ സ്വഭാവത്തിലുള്ള ഒരു ആക്രമണത്തിന് നേതൃത്വം നൽകി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഷാജി മരിച്ചതെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാ കുറിപ്പടക്കം ലഭ്യമായിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളവർ ഇങ്ങനെ അഴിഞ്ഞാടാനുള്ള അവസരം എന്തുകൊണ്ടാണ് ഇവർക്കുണ്ടാകുന്നത്? ഒരു കേസ്, അതായത് ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ SFI കടന്നു പോവുകയായിരുന്നു. സിദ്ധാർത്ഥിന്റെ വധവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, സിദ്ധാർത്ഥിനെ ആക്രമിച്ചതടക്കമുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ചർച്ചയായപ്പോൾ SFIയെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും പുറത്തു വരികയും ചെയ്തപ്പോഴും യാതൊരു കൂസലും കൂടാതെ ഒരു സ്ത്രീ അടക്കമുള്ളവർ, ഒരു പെൺകുട്ടി അടക്കമുള്ളവർ വീണ്ടും ഒരു മർദ്ദനത്തിന് കോപ്പ് കൂട്ടി എന്നുള്ളത്, ഒരു മർദ്ദനത്തിന് നേതൃത്വം നൽകി എന്നുള്ളത് ചിന്തിക്കാനേ കഴിയില്ല. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ ഉറക്കെ അലറി വിളിച്ചുകൊണ്ട്, നമുക്കറിയാം നേരത്തെയൊക്കെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ പോലും, കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ പോലും അനുവദിക്കാത്ത തരത്തിലാണ് SFIയുടെ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളത്. വേറെ ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിച്ചാൽ അവർക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും സ്റ്റാച്യുവിലെത്തി അവിടെ ബസ്സിൽ ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി പോലും ഉണ്ട് എന്നാണ് പല വിദ്യാർത്ഥികളും പറയുന്നത്. ഇത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ SFI എന്ന് പറയുന്ന ഈ സംഘടനയെ നിരോധിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇത്തരം കാലത്തെ SFIയുടെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിയാൽ പലതരത്തിലുള്ള കേസുകളിൽ SFI പ്രവർത്തകർ വരുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കമുള്ളവർ SFIയിലേക്ക് വരുമ്പോൾ അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്നും അവർ എത്തരത്തിലായിരിക്കും പ്രവർത്തിക്കുക എന്നും ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഗുണ്ടാ പ്രവർത്തനം തന്നെയാണ് SFI പ്രവർത്തകരും, അതുപോലെ തന്നെ ഗുണ്ടാ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ SFI പ്രവർത്തകർ നടത്തുന്നത്. ഗുണ്ടാ ലിസ്റ്റിൽ പെടുത്തേണ്ടവരാണ് ഇവരിൽ പല നേതാക്കന്മാരും. സത്യത്തിൽ ഈ അഞ്ജു കൃഷ്ണ അടക്കമുള്ള
ഈ പെൺകുട്ടി അടക്കമുള്ളവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിട്ടുണ്ട് എങ്കിൽ പോലും ഈ എത്തരത്തിലാണ് കേസ് മുന്നോട്ട് പോകുന്നത് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവില്ല. കാരണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് CPM ആണ്. ആഭ്യന്തര വകുപ്പ് CPM ഭരിക്കുന്ന കാലത്തോളം, അല്ലെങ്കിൽ പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലത്തോളം എല്ലാ ക്രിമിനലുകൾക്കും സംരക്ഷണം ഒരുങ്ങുമെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. കാരണം ക്രിമിനലിസം ഇവരുടെ മുഖമുദ്രയാണ്. ഇടത് രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയാണ് ക്രിമിനലിസം എന്നുള്ളത് കൊണ്ട് അവരുടെ കുട്ടി സഖാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പെടുന്നുണ്ട്. ഇവർക്കൊക്കെ എന്ത് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പെട്ടാലും അവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയില്ല. മനുഷ്യത്വം നഷ്ടപ്പെട്ട ഇത്തരത്തിലുള്ള ഈ ജന്മങ്ങൾ, ഇവരെ മൃഗങ്ങൾക്ക് പോലും അവരുടേതായ ഒരു കാരുണ്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷെ അത്തരത്തിലുള്ള കാരുണ്യം എന്നാൽ ഒരാളുടെ ജീവൻ പോലും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ക്രൂര പ്രവൃത്തികളാണ് ഇവരിൽ നിന്നുണ്ടാകുന്നത്. പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന മരണവുമായി ബന്ധപ്പെട്ടെടുത്താൽ ഒരു തുള്ളി വെള്ളം പോലും നൽകാതെ 3 ദിവസം ഇട്ടിരുന്ന് എത്ര കിരാതമായാണ് ഒരു കുട്ടിയെ അവർ കൊല ചെയ്തത്. സത്യത്തിൽ അത് കൊലപാതകം. ആ കൊലപാതക കേസിൽ ഇവർക്ക് കൃത്യമായ നിലപാടോടുകൂടി ഇവർക്ക് വധശിക്ഷ തന്നെ കിട്ടണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങൾക്ക് അത്തരത്തിലുള്ള ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഈ SFIക്കാരെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. ഇത്രയധികം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ പോലും വീണ്ടും ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ ആക്രമണം നടത്താൻ ഇവർക്ക് ധൈര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇനിയുള്ള കാലം കോളേജുകളിലേക്ക് കുട്ടികൾ വരാതിരിക്കും. എനിക്കറിയുന്ന പല മാതാപിതാക്കളും പങ്കിട്ട ആശങ്ക നമ്മുടെ കുട്ടികളെ ഇനി എങ്ങനെ കോളേജിലേക്ക് വിടുമെന്നുള്ളതാണ്. ഏതാണ്ട് +2-ന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കുട്ടികളും മറ്റ് വിദേശങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ അഡ്മിഷൻ തേടിപ്പോകാനുള്ള സാധ്യത ഒരുങ്ങുന്നുണ്ട് എന്നാണ് പല മാതാപിതാക്കളിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളെന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SFI ക്രൂരത അവസാനിപ്പിച്ചേ മതിയാകൂ. ക്യാമ്പസുകൾ കൊലക്കളമാക്കുന്ന ഈ രീതിക്ക് മാറ്റം വന്നേ മതിയാകൂ. അല്ലെങ്കിൽ SFI പോലുള്ള ഈ സംഘടനയെ തീർച്ചയായും നിരോധിക്കേണ്ടത് തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് എന്തു ഗുണമാണ് ഇത്തരം സംഘടന കൊണ്ട് ഉണ്ടാവുന്നത്? സാധാരണഗതിയിൽ രാഷ്ട്രീയ സംഘടനകൾ കൊണ്ട് ഗുണമുണ്ടാകുന്നത് നമുക്ക് പാർലമെന്ററി പൊളിറ്റിക്സിന്റെ ബാലപാഠങ്ങൾ പഠിക്കാമെന്നല്ലാതെ, അല്ലെങ്കിൽ ലോകവിവരമുണ്ടാകും, മറ്റ് ജനങ്ങളോട് ഇടപഴകാൻ പഠിക്കും. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ്. മറ്റുള്ളവരെ സഹിക്കാൻ, സഹിഷ്ണുതയുടെ ബാലപാഠങ്ങളൊക്കെ പഠിക്കുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥ. ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് വിദ്യാർത്ഥി സംഘടനകൾ, പല സംഘടനകളും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് SFI മറ്റുള്ള സംഘടനകൾ എപ്പോഴെങ്കിലും അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കുമെന്നല്ലാതെ ആദ്യം ഒരു പ്രശ്നത്തിലേക്ക് പോകില്ല. പക്ഷേ SFI എങ്ങനെയല്ല. SFI അവരുടെ കയ്യൂക്കും അവരുടെ സംഘടനയിലേക്ക് ചെല്ലാത്തവരെയും ഒക്കെ അടിച്ചൊതുക്കുന്ന രീതി, അത് ആൺ പെൺ ഭേദമില്ല, ആരെയും അവർ ആക്രമിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയെ നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോയതുകൊണ്ട് തൽക്കാലം ഈ വിഷയങ്ങൾ അധികം ചർച്ചയാവുന്നില്ല എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. എങ്കിലും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകളോട് കൂടി തന്നെ ജനങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട്. ജനങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഈ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോവുകയുള്ളൂ എന്ന സത്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതികരണശേഷി നഷ്ടപ്പെടാത്ത കേരളത്തിലെ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം എന്ന് പറയാനും ആഗ്രഹിക്കുന്നത്.